ഇപ്പോൾ പൊതുപ്രവർത്തകൻ ശ്രീ ഡിജോ കാപ്പൻ കൂടി നമ്മളോടൊപ്പമുണ്ട്. ശ്രീ ഡിജോ കാപ്പൻ, പെരുവഴിയിലാണ് ഏറെക്കുറെ ജനം. ഈ ദേശീയപാത നിർമ്മാണം കഴിഞ്ഞാൽ നമ്മൾ പറക്കും എന്നൊക്കെ പറയുന്നിടത്താണ് കേരളത്തിൽ ആദ്യമായി നമുക്ക് സഞ്ചാരയോഗ്യമായി കിട്ടിയ ഒരു സ്ട്രെച്ചിൽ ഈ ദുരിതം അനുഭവിക്കുന്നത്. അതിനിടയിൽ കോടതികൾ പോലും ഇതെന്തുകൊണ്ടാണ് ടോൾ പിരിക്കുന്നത്, എന്തിനാണ് ഇത്ര ഉയർന്ന ടോൾ എന്നതടക്കം ചോദിച്ചിട്ട് പോലും ആ നിരക്ക് വീണ്ടും വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് ജനങ്ങളോടുള്ള നേരിട്ടുള്ള വെല്ലുവിളിയല്ലേ? നിശ്ചയമായിട്ടും. മാത്രവുമല്ല, ഇതിനകത്തൊക്കെ പിന്നെ ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി വികസന പ്രവർത്തനം വരുന്നതിന് ജനങ്ങൾ എതിരല്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാലിയേക്കര ടോളില് ഫാസ്ട്രാഗ് വന്നതിന് ശേഷം ഉള്ള കളക്ഷൻ എന്ന് പറയുന്നത് അവരുടെ മുതൽ മുടക്കിന്റെ 5 ഇരട്ടി കൂടുതലാണ്. അതിനു മുമ്പ് വന്നതിന് അവര് പറയുന്ന കണക്കേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അത് ഈ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് മനസ്സിലായിട്ടും, ഒന്നെങ്കിൽ ഇവർക്കും നാഷണൽ ഹൈവേ അതോറിറ്റിയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും ഇതിന്റെ കൃത്യം വിഹിതം കിട്ടുന്ന കാണും. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ടെൻഡർ വിളിച്ച് ആ ടെൻഡർ നടപടി പൂർത്തിയാക്കുമ്പം അറിയാം എത്ര കോടി രൂപയാണ്. അതിനുശേഷം ഇടയ്ക്ക് ഇങ്ങനെ ടോള് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോകത്തൊരിടത്തും ഇങ്ങനെ ഒരു വികസന പ്രവർത്തനം നടത്തിയതായി കേട്ടിട്ടില്ല. മാത്രമല്ല, മനസ്സിലാക്കേണ്ടത് ഗവൺമെന്റ് ഇത് കൂടാതെ, ഈ ടോള് കൂടാതെ റോഡ് സെസ് എന്ന് പറഞ്ഞ് പെട്രോളും ഡീസലും അടിക്കുമ്പം 18 രൂപ വരെ വാങ്ങിക്കുക കാലങ്ങളുണ്ട്. അപ്പം റോഡിന് വാഹനത്തിന് 15 കൊല്ലത്തെ അഡ്വാൻസ് ടാക്സ് കൊടുക്കണം കേരളത്തില്. അത് കഴിഞ്ഞ് എല്ലാ വർഷവും അതിന്റെ ഇൻഷുറൻസ്, അതുകൂടാതെ പാലിക്കര പോലെയുള്ള 35 അല്ലെ 40 കിലോമീറ്റർ വരെയുള്ള സ്ഥലങ്ങളിൽ 90 രൂപ മുതൽ 105 രൂപ ഉള്ള ടോളുകൾ. അപ്പൊ ഇത് തീവട്ടിക്കൊള്ള എന്ന് തന്നെ വേണം പറയാൻ. ഇത് ജനങ്ങളുടെ ക്ഷമയെ പരിശോധിക്കുകയാണ്. മാത്രവുമല്ല, അവിടെ പൂർണ്ണമായി പണി ഇപ്പോൾ കൂടുതൽ ചർച്ചയിലേക്ക് വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ 2022 മുതലൊക്കെ തന്നെ കോടതികൾ ഈ കാര്യത്തിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. 2022 മേൽപ്പാല നിർമ്മാണത്തിന്റെ 24% മാത്രമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ടോൾ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ വേണമെന്ന് ഹൈക്കോടതി അടക്കം വിലയിരുത്തിയിട്ടുള്ളതാണ്. മാത്രമല്ല, NHAയുമായുള്ള കരാറിൽ 100 കോടിക്കടുത്തുള്ള അഴിമതി ഉണ്ടായിട്ടുണ്ട് എന്ന് കളക്ടർമാരുടെ റിപ്പോർട്ടടക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നിയമ സംവിധാനം പരിഗണിക്കാത്തതോ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടാത്തതോ ഒന്നുമല്ല. പക്ഷെ വർഷാവർഷം ഈ ടോൾ നിരക്ക് വീണ്ടും വീണ്ടും കൂട്ടാൻ ചെല്ലുമ്പോൾ നിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞത് എന്തായി എന്ന് തിരിച്ചു ചോദിക്കാൻ എന്തുകൊണ്ടാണ് NHAയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ സംവിധാനത്തിനും കഴിയാത്തത്? അല്ല, അപ്പൊ NHAയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനകത്ത് ഷെയർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ചോദിക്കുമല്ലോ. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഈ ടോള് വരുന്ന വർഷം കൊണ്ട് തീരേണ്ടതായിരുന്നു. പക്ഷെ അതിനിയും 3 വർഷം കൂടെ നീട്ടിക്കൊടുക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളുടെ ജനങ്ങളുടെ ക്ഷമയ്ക്ക് നെല്ലിപ്പലകെ അവരെത്തിയിട്ടുണ്ട്. പക്ഷെ ഇവരെല്ലാവരും അസംഘടിതരാണ്. വഴിയാത്രക്കാർക്ക് ഒരു സംഘടന ഇല്ല എന്നുള്ളതാണ് ഇങ്ങനെ പിരിക്കാനുള്ള കാരണം. അവിടെ സ്ട്രീറ്റ് ലൈറ്റ് വേണം, അതുപോലെ തന്നെ സർവീസ് റോഡുകൾ നന്നായി പൂർത്തിയാക്കണം. ഇത് കഴിഞ്ഞിട്ടേ ടോൾ പിരിക്കാവുണ്ടായിരുന്നുള്ളൂ. ഇതൊന്നും പൂർത്തിയാക്കാൻ ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു ഇത് കാണിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മേൽപ്പാലങ്ങളെല്ലാം പൂർത്തിയാക്കി പണി പൂർത്തിയായതിനു ശേഷം മാത്രമാണ് ടോൾ പിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ആകെ പ്രതീക്ഷ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ആണ്. സുപ്രീം കോടതി ഈ കേസ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പണി പൂർത്തിയായിട്ട് വരാനാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും അവിടെ പണി പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് കുറെ ഇതിന്റെ പണി പൂർത്തിയാകുന്നിടത്തോളം ടോള് പിരിക്കാനേ പാടില്ല. മാത്രമല്ല, ടോള് പിരിക്കുന്നതിന് ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കേസ് സുപ്രീം കോടതിയിൽ നിലവിലുണ്ട്. ആ കാലം വരെ എന്തായാലും ഈ ടോൾ